കുരുവട്ടൂരുകൾ പാകെ കുടുങ്ങിക്കണ്. പ്രൈവറ്റ് ആക്കുക, ഓണാക്കുക, ഓണാക്കുക, പ്രൈവറ്റ് ആക്കുക, പ്രൈവറ്റ് ആക്കുക, ഓണാക്കുക. ഇത് ഏത് നിർദ്ദേശം അനുസരിച്ചായിട്ടാണ് ഇത് ചെയ്യണതാവോ? ആശുറ സംഗമത്തിന്റെ ആ വീഡിയോ, അത് കോമാടന്റെ പ്രസംഗം മുഴുവനായിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിക്കേനി. കാരണം നമ്മൾ ഈ ഗ്രൂപ്പിൽ അതിന്റെ ഓരോ കഷ്ണങ്ങൾ ഇട്ടാണ്ട് ഇങ്ങനെ അവിടെ പരിപാടി കഴിയുന്നതിന് മുമ്പ് നമ്മളിവിടെ അതിനെ ചോദ്യം ചെയ്ത് വന്നപ്പോഴേക്കിന് പച്ചപ്പൊട്ടത്തരല്ല പറഞ്ഞിനെ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ആ പ്രസംഗിച്ച പ്രസംഗം ആ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരോടാണ് പറഞ്ഞത്. അന്ന് ഓലക്കഴിഞ്ഞ് അതിന്റെ കുത്തിരിപ്പുണ്ടാക്കാൻ വന്നിനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ചങ്ങായിനോട് പറഞ്ഞു, അന്നെങ്ങാനും ഇവരുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ മുസാവറയിലുള്ള ഈ ആളുകളൊന്നും അന്നത്തെ മുസാവറയിൽ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോഴേക്കും എന്താക്കി, എല്ലാം അത് പ്രൈവറ്റ് ആക്കി. 40 മിനിറ്റോളം ഉണ്ടായിനി. എന്നിട്ട് ഇന്ന് രാവിലെ വല്ല അതൊക്കെ കട്ട് ഒഴിവാക്കി മുറിച്ച് 40 മിനിറ്റ് ഉള്ളത് കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞ മാതിരി 10 മിനിറ്റ് 50 സെക്കൻഡ് ഇട്ടെ അങ്ങനെ ആക്കി ഇന്ന് രാവിലെ ഒട്ടിനി. അത് ഞാൻ കാണിച്ചത് എനിക്ക് ഇതുണ്ടല്ലോ, 10 മിനിറ്റും 53 സെക്കൻഡും 40 മിനിറ്റോളമുള്ള പ്രസംഗാട്ടോ. എന്നിട്ട് അത് മുറിച്ച് കട്ട് ചെയ്ത് അവിടെയും കൂടി ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് 10:53 എന്നിട്ട് അതിന്ന് രാവിലെ പോസ്റ്റ് ചെയ്തതേനി. കുറച്ച് നേരത്തെ കയറി വെക്കുമ്പോൾ കാണില്ല. എകരട്ട് കുറച്ച് നേരത്തെ ഞാൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അത് കാണില്ല, അത് പ്രൈവറ്റ് ആക്കി വെച്ചേ. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കയറി വെക്കണ്ടി, ഞാൻ വിട്ടുതരേണ്ടത്. എന്താ ചെയ്യുക? ഇതുണ്ടല്ലോ ഇന്ന് രാവിലെ ഇട്ടതാ അത്. ഇതിലാകെ 10:53 ഉള്ളതിന് 40 മിനിറ്റ് ഉള്ള വെട്ടി ചുരുക്കി 10 മിനിറ്റ് 55 സെക്കൻഡും ഇങ്ങനെ ആക്കി വിട്ടതാണ്. ആണ്ട് ഇടങ്ങേറായി പ്രസവിക്കാറില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്ട് പ്രസവിച്ചതേന് കുരുട്ടൂരിയാള്. എന്നിട്ടിപ്പോ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ അത് പിന്നെയും കാണാനില്ല, അത് പ്രൈവറ്റ് ആക്കി. ഇത് ഏത് നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ചെയ്യണേ? ആരങ്ങളോട് ഇതിപ്പോ നിർദ്ദേശം തരണേ? നിങ്ങൾ നിർദ്ദേശം ഇല്ലാതൊന്നും ചെയ്യൂലല്ലോ. ഇതിങ്ങനെ കിട ഓഫാകാരണം അതിന് ഇട പിൻവലിച്ച ഇതെന്റെ ഒരു പരിപാടി. എന്താ ഒട്ടുരാളത്? ഏത് മെച്ചായിക്കന്മാരുടെ നിർദ്ദേശം നിങ്ങൾക്ക് ഇതിനുള്ളത്? ഇത്ര വൽപ്പടല്ലുകള്. ഒരു ഷെയ്ഖിന്റെ പ്രസംഗത്തിന്റെ അവസ്ഥയാണ് ഇപ്പത്. അത് പുറം ലോകം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. 40 മിനിറ്റ് ആകെ ഒച്ചയും പൊളി നായാട്ടം ഉണ്ടാക്കിയാണ്ട് എന്തൊക്കെയോ വിളിച്ചറിഞ്ഞത് അത് മുറിച്ച് 10 മിനിറ്റ് ആക്കിയിട്ട് അതും ആൾക്കാർ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ടിപ്പോ അതും പിൻവലിച്ചിക്ക. എന്താ ചെയ്യാ? എന്നിട്ട് അതുപോലെ സുലൈമാ ഫൈസി ഉസ്താദിന്റെ ഒരു പുസ്തകം പിൻവലിച്ചോ എന്ന് പറഞ്ഞിട്ട് ആകെ സോഷ്യൽ മീഡിയയിൽ അതിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇടപെടൽ കാരണം ഞങ്ങൾ ഇടപെട്ടോണ്ടൊന്നല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പ്രധാനപ്പെട്ട ചില ഉസ്താദുമാർ പറഞ്ഞതനുസരിച്ചിട്ട് തൽക്കാലം അത് പിൻവലിച്ചതാണ്. ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല. ബഹുമാനപ്പെട്ട മജീദ് സക്കാഫി ഉസ്താദ് ഒരു ഗ്രന്ഥം ഉണ്ടാക്കിനല്ലോ, കുത്തുബുൽ ആലം ഫി മനാഖിബി കുത്തുബുൽ ആലം. അത് പിൻവലിച്ചാണ്ടല്ലേ. അതിൽ ചില അബദ്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉസ്താദ്മാർ ഓർമ്മപ്പെടുത്തി അത് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പം ആ കുത്തുബുൽ ആലം എന്ന് പറയുന്ന കിതാബ് പിൻവലിച്ചു എന്ന് പറഞ്ഞ മാതിരി ഇത് ചില ഉസ്താദ്മാർ പറഞ്ഞ അനുസരിച്ച് പിൻവലിച്ചു. അതിന് ഇതത്തെ നിങ്ങൾ ഇടപെടാനെ? ഇങ്ങക്ക് നിങ്ങളെ സ്വന്തം ഷെയ്ഖിന്റെ ഈ വീഡിയോ തന്നെ 10 മിനിറ്റുള്ള വീഡിയോ തന്നെ പുറംലോകം കേൾപ്പിച്ചാൽ കാര്യമില്ല. എന്നിട്ട് ഞങ്ങൾ വേറുള്ള പോലെ ഒരു പുസ്തകത്തിന് പിൻവലിച്ചോ എന്നും പറഞ്ഞാണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടാണെന്ന് പറഞ്ഞാണ്ട് എന്താ അതിനൊക്കെ ഉദ്ദേശിക്കുന്ന രൂപത്തിലോ നിങ്ങളെന്തോ പറയാൻ വിചാരിക്കുന്നതിനനുസരിച്ചോ അല്ല ഇവിടെ പറയണേ. ഇവിടെ ആയിഷനി ഉസ്താദായാലും ഇവിടുത്തെ ഉസ്താദുമാരായാലും ഓലെന്താ പറയണ്ടേന്ന് ഇവിടെ തീരുമാനിക്കണോ ഇവിടെ ഉണ്ട്. അത് അതിനനുസരിച്ചാ പോവുക. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.